എംഫിൻ്റെ മീഡിയയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി വളരെ നാടകീയമായി ഒരു തീരുമാനം വരാനിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക്. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടാണ് ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രണ്ട് ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. രണ്ട് ഗ്രൂപ്പും രാഹുൽ ഗാന്ധിയോട് ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിൽ വടകരയും വയനാടും സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ടി സിദ്ദിഖ് വയനാട് മത്സരിക്കുമെന്ന് പാർട്ടിക്കാർ അനൗൺസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ആ കാരണത്താൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത ഏറുകയാണ്. രാഹുൽ മത്സരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടാണെന്നാണ് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേഠി ശക്തമായ മത്സരം നടക്കാൻ പോവുകയാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് 100% നമുക്ക് ഉറപ്പ് പറയാനാവാത്ത തരത്തിൽ സ്മൃതി ഇറാനിയിൽ നിന്നും വലിയ വെല്ലുവിളിയാണ് അവിടെ നേരിടുന്നത്. BJP-ക്കാർ തന്നെ പറഞ്ഞു, രാഹുൽ ഗാന്ധി ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യം കഴിഞ്ഞ 5 വർഷം സ്മൃതി ഇറാനി അമേഠി മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേഠി മണ്ഡലത്തെ ഇത്തവണ വലിയൊരു പോരാട്ട വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് BJP. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ തോറ്റുപോയാൽ അത് വലിയ മാനക്കേട് പാർട്ടിക്കുണ്ടാകും. അതിനാൽ കേരളത്തിലെ ഏറ്റവും ഷുവർ സീറ്റ് എന്ന് കോൺഗ്രസിന് പറയാവുന്ന, കേരളത്തിൽ നെഞ്ചുകൈയും വെച്ച് ജയിക്കും എന്ന് പറയാവുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ 2-1 തോറ്റാലും പ്രശ്നമില്ലാത്ത നാണക്കേട് ഒഴിവാക്കാവുന്ന സ്ഥിതി വരും. ആ നിലയ്ക്ക് എല്ലാം കൊണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത ഏറുകയാണ്. മറ്റൊന്ന്, കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ ആകെയും കോൺഗ്രസിനൊരു പുനർജീവനം, കോൺഗ്രസിൻ്റെ പ്രചരണത്തിനൊരു പുതിയ ദിശ, ഒരു പുതിയ മുഖം കൈവരുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അക്കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. രാഹുലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രാഹുലിനോട് സംസാരിച്ചു കഴിഞ്ഞു. ടി സിദ്ദിഖ് മാറും. ടി സിദ്ദിഖ് മാറേണ്ട കാര്യമൊന്നുമില്ല. കാരണം ടി സിദ്ദിഖ് ആര് മത്സരിക്കണമെന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഒരു സീറ്റ് ആഗ്രഹിച്ചാൽ ടി സിദ്ദിഖ് എന്നല്ല ആരായാലും ഉമ്മൻചാണ്ടിയായ പോലും മാറിക്കൊടുക്കും. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു പ്രസക്തമായ വിഷയമല്ല. എങ്കിൽ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ചുമതല വഹിക്കുമെന്ന്. അപ്പോൾ എന്തായാലും വളരെ കൗതുകരമായ, രാഷ്ട്രീയത്തിൽ വളരെ രസകരമായ ഒരു ടേണാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഇന്ത്യയിലെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുക. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ ഇവിടെ വന്ന് കിടന്ന് പ്രചരണം നടത്തി സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഒരു തവണ മാത്രം ഈ മണ്ഡലത്തിൽ വന്നാൽ മതി. അതുപോലെ തന്നെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 17 മണ്ഡലങ്ങളിലെങ്കിലും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുകയാണെങ്കിൽ അത് UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.